രാവിലെ ഭക്ഷണം പോലും കഴിക്കാനാണ് ഓരോ കുട്ടികൾ ഇവിടെ ഇവന്റ് ചെയ്യണത്. വെള്ളം കുടിച്ചാൽ അതുവരെ പ്രശ്നമാണ് ഇവിടെ. പോലീസുകാർ പോയി വെള്ളം കുടിച്ചാൽ പറയാല്ലേ, ഇപ്പൊന്നും പറയാല്ലേ അവർക്ക്. നിലവിൽ ഏതായാലും പോലീസിനെതിരെയുള്ള ഒരു പ്രതിഷേധം എന്ന രീതിയിലേക്ക് കൂടി കാര്യങ്ങൾ കടക്കുന്നു എന്നതാണ്. നേരത്തെ ഈ രക്ഷിതാവ് പറഞ്ഞതുപോലെ വെള്ളം കുടിക്കാനായി പോകുന്ന വിദ്യാർത്ഥിയടക്കം പോലീസ് അകാരണമായി മർദ്ദിച്ചു എന്നതായിരുന്നു ഈ രക്ഷിതാക്കളടക്കം പരാതിയായി പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം കുടിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പ്രതിഷേധിക്കുന്ന ഒരു സ്ഥിതി, ഈ സംഘാടകർക്കെതിരെ പ്രതിഷേധിക്കുന്ന അതേ രീതിയിൽ തന്നെ പോലീസുകാർക്കെതിരെയും പ്രതിഷേധം ശക്തമായി പോകുന്നു എന്നുള്ളത് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഏതായാലും പ്രതിഷേധവുമായി പിന്നോട്ടില്ല എന്നത് വിദ്യാർത്ഥികൾ ഉറപ്പിച്ചു പറയുന്നു. എന്നാൽ സംഘാടകർ ഏതായാലും ഇവരുമായി സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വിഷയം ബോധ്യപ്പെടുത്തേണ്ട ഒരു സാഹചര്യമുണ്ട് നിലവിൽ. കാരണം ഒരുപാട് നേരമായി, നേരത്തെ തന്നെ മന്ത്രി വി ശിവൻകുട്ടി വേദിയിൽ വെച്ച് പരിഹാരമുണ്ടാകും, ഏത് തരത്തിലുള്ള പ്രശ്നം പരിഹാരമുണ്ടാകുമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ പോലും മന്ത്രി പോയിട്ടും ഈ സമാപന സമ്മേളനം പോലും പൂർണ്ണമായി കഴിഞ്ഞിട്ടും വേദിയിൽ നിന്ന് എല്ലാവരും ഒഴിഞ്ഞു പോയിട്ട് പോലും അതിനൊരു തീരുമാനമായില്ലല്ലോ എന്നതാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. അതാണ് ഈ പ്രതിഷേധത്തിന്റെ കാരണവുമായി ഉയരുന്നത്. കാരണം നേരത്തെ ഈ വിദ്യാഭ്യാസ മന്ത്രി ഇതിലൊരു പരിഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞതിന് ശേഷം ചെറിയ രീതിയിലെങ്കിലും ഈ സമരത്തിൽ നിന്ന് അവർ പിന്മാറുകയും ഒപ്പം തന്നെ ഈ മലപ്പുറത്തിന്റെ ഈ അത്ലറ്റിക് മീറ്റിലെ 1ാം സ്ഥാനം കിട്ടിയതടക്കമുള്ള, ഈ ചാമ്പ്യൻഷിപ്പ് പട്ടം കിട്ടിയതടക്കമുള്ള സാഹചര്യത്തിൽ ഒരു വലിയ രീതിയിലുള്ള അത് ആഘോഷമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് സമാപന സമ്മേളനം കഴിഞ്ഞതിന് ശേഷവും ഇവരുടെ കാര്യത്തിലൊരു തീരുമാനമാകാത്തതിന് പിന്നാലെയാണ് ഇവർ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുന്നത്, നിലപാടെടുക്കുന്നത്, സമരത്തിലേക്ക് കടക്കുന്നത്, പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത് എന്നത് തന്നെയാണ്. ഏതായാലും നിലവിലിപ്പോൾ ഈ മഹാരാജ സ്റ്റേഡിയത്തിന്റെ ഈ ഗ്രൗണ്ടിന്റെ പുറത്തേക്ക് വീണ്ടും വിദ്യാർത്ഥികൾ എത്തിയിട്ടുണ്ട്. പക്ഷേ സ്റ്റേഡിയത്തിനകത്തും ഒപ്പം തന്നെ പുറത്തും ഒരേപോലെ പോലീസ് സന്നാഹം, വനിതാ പോലീസും ഒപ്പം തന്നെ പോലീസുകാരെയും ഒക്കെ തന്നെയും വിന്യസിച്ചിട്ടുണ്ട് എന്നതാണ്. നിലവിൽ ഏതായാലും ഇവർ കൃത്യമായി സംഘാടകർ, ഈ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടവർ ഈ വിദ്യാർത്ഥികളുമായി സംസാരിച്ച് ഇത് ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുജയ.